ഞാൻ ചെയ്തത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു MTBയുടെ വ്ളോഗാണ്. ആക്ച്വലി ഓഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഇത് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാൻ ഓർത്തപ്പോൾ ഇതാ അതാണ് ഒരു ചമ്മല. ഓക്കെ, സോ പ്ലീസ് അഡ്ജസ്റ്റ് ഗൈസ്. വഴി തെറ്റി, ഞാൻ വേറെ എവിടെയോ വന്നിറങ്ങി നാക്കപ്പെട്ടെന്നും പറഞ്ഞിട്ട് ആ KSRTC ഡ്രൈവർ ചേട്ടൻ എന്നെ പറ്റിച്ചു. റൂബിനാണ്. റൂബി അവിടെ നിന്ന് ഇങ്ങോട്ടും, ഞാൻ ഇവിടുന്ന് റൂബിയുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ പറഞ്ഞൂടാ, ഇതൊക്കെ ഇങ്ങനെയെങ്കിലും നമ്മൾ പഠിക്കുക. കോട്ടയം പരിപാടി തുടങ്ങി അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ച് പോയതാ. ചെറാ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുക. അതെ, അവിടെ വെച്ച് കാണേ. ഇതൊക്കെ ഏത് സ്ഥലം? കോട്ടയം ആദ്യമായിട്ടാണ് ഞാൻ വരണേ. ഗൈസ്, ഫൈനലി റൂബിനെ കണ്ടു കിട്ടി ഗൈസ്. ഫൈനലി റൂബിനെ കിട്ടി ഗൈസ്. നമ്മൾ ആരുണ്ടോ വഴി അറിയാത്ത സ്ഥലത്ത് നമ്മൾ ശുഭാപ്തിവിശ്വാസം കൈവിടാണ്ട് നമ്മൾ ഓക്കെ. നമ്മൾ കറക്റ്റായിട്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പ്ലേസ് എന്ന് പറഞ്ഞൊരു തോടും കൂടി തുഴയുള്ള ഒരു സംഗതി മാത്രമേ ഞങ്ങൾ ബാക്കി എത്തിയിട്ടുള്ളൂ. കാടും മലയൊക്കെ താങ്ങി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ഗോളിൻ്റെ പൊടി കണ്ടോ ഗൈസ് നിങ്ങൾ? ഇതാണ് ആക്ച്വലി ഓഫ് റോഡിൻ്റെ ഇവിടെയാണ് പരിപാടി. കുറച്ചധികം ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയതാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ആദ്യം ക്യാച്ച് ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഹാർട്ട് റേറ്റ് സെൻസർ. ഇവിടെ നമുക്കൊരു സെൻസർ വരും, ഒരു റൗണ്ടിലൊരു സാധനം വരും. ഇതിന് ഇവിടെ സെൻസ് ചെയ്യുന്ന 2 ഹൃദയമിടിപ്പ് അളക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഹാർട്ട് റേറ്റ് സെൻസർ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കണക്ട് ചെയ്യും. അപ്പോൾ എന്തായി, കണക്ട് ആയി, ഹാർട്ട് റേറ്റ് സെൻസർ ആയി. ഹാർട്ട് റേറ്റ് വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ട്രാക്കിൽ എവിടെയൊക്കെ നമുക്ക് ടെറൈൻ, ഏതൊക്കെ ടെറൈൻ ഡിഫറെൻറ്റ് വരുന്നുണ്ടെന്ന്, ഹാർഡ് ടെറൈൻ ഉണ്ടാവും, ഗ്രാവൽ ടെറൈൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ നോട്ട് ചെയ്യണം. ഇവിടുന്ന് ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മേലെയാണ് നമുക്ക് കൂടുതൽ ടെക്നിക്കൽസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയൊക്കെ വീട് വയ്ക്കണം. സാധനം കാണാൻ ഭയങ്കര സിമ്പിളാണ്. ഇതാണ് ബാങ്കിങ് വരുന്നത്. ഈ ഒരു ബാങ്കിങ് കാണാൻ സിമ്പിളാണ്, നമുക്ക് അതൊന്നും അയക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് കേരളത്തിൽ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കും. എത്ര ചെറിയ ബാങ്കിങ് ആയാലും ആ കറക്റ്റായിട്ടുള്ള ബാങ്കിങ് എല്ലാം എടുക്കുന്നെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പുറത്തു പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ വരും. നിങ്ങൾ കയറി ഇറങ്ങുമ്പോൾ അത്രയും കേസായിരിക്കും. ബാങ്കിങ് എടുക്കാൻ അറിയത്തില്ല എങ്കിൽ ഒരു നാണക്കേടും വിചാരിക്കരുത്. ഇതിലേക്കൂടെ ഞാൻ പറഞ്ഞ കണക്ക് ഔട്ടർ ഒരിക്കലും ബാങ്കിങ് കട്ട് ചെയ്യാൻ വേണ്ടി ഇന്നർ എടുക്കരുത്. ഇന്നർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾ ഔട്ടർ എടുത്ത് തന്നെ പോകും. അതായത് ബാങ്കിങ്ങിന് തൊട്ട് താഴെയുള്ള ഈ ലൈനിൽ അതിൽ ഔട്ടർ എടുത്ത് പോകാം. ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ഇതും വെക്കരുത്. നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ സമയത്തിൽ ഈ ഒരു ട്രയൽ കംപ്ലീറ്റ് ചെയ്യാം. പഞ്ചാടി കണ്ട നടത്തിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഞാൻ റൈഡ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും അറിയാവുന്ന 2 നാഷണൽ പ്ലേയേഴ്സാണ് ക്ലാസ് എടുക്കാണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്യണം, അവർക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ അതെല്ലാം അവർ നികത്തിയാണ് പറഞ്ഞു തന്നത്. പിന്നെ കെർവ് എടുക്കാനാണെങ്കിലും ആരെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ട്രാക്ക് വാക്കിങ് അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇവരറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ല.
പക്ഷെ എല്ലാം ഇൻഡെപ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു സംഭവം തന്നെ മറന്നു. അപ്പൊ അവർ ഈ ഓഫീസ് വർക്കും കാര്യങ്ങളും അങ്ങനെ ഗൈസ് ഇവിടെ ഉണ്ട് അഡ്മിഷൻ. അഞ്ഞോ 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 ഇതിനെ കാണാനില്ലല്ലേ? The burger.